PM ശ്രീയിലെ ആശങ്ക വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കുമെന്ന് SFI ദേശീയ പ്രസിഡന്റ് ആദർശ് സജി മീഡിയ വണ്ണിനോട്. ആശങ്ക ഒഴിവാക്കാൻ സർക്കാർ മുൻകൈയെടുക്കണം. BJPയുടെ സംഘപരിവാർ അജണ്ട അനുവദിക്കില്ല. വർഗീയ അജണ്ടയുമായി വന്നാൽ പ്രതിരോധിക്കാൻ SFI ഉണ്ടാകും. CPI അടക്കം ഉയർത്തിയ ആശങ്കകൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്നും ആദർശ് സജി പറഞ്ഞു. വലിയ ആശങ്ക PM ശ്രീ പദ്ധതിയിൽ കേരളം ഉൾപ്പെടെ ഉണ്ടാകുന്നത് CPI അടക്കം വലിയ അതൃപ്തി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് SFIയുടെ ഇപ്പോൾ ഇതിലുള്ള ഒരു നിലപാട്? ദേശീയ വിദ്യാഭ്യാസ നയം 2020 നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ കേന്ദ്രീകരിക്കുക, വർഗീയവൽക്കരിക്കുക, കച്ചവടവൽക്കരിക്കുക എന്ന സമീപനമാണ് സംഘപരിവാറിന്റെ അജണ്ടയെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെതിരായി രാജ്യത്താകമാനം തന്നെ സമരം നടത്തിക്കൊണ്ടുവരുന്നു. ഈ പർട്ടിക്കുലർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എല്ലാ സംസ്ഥാനത്തിനും അർഹതപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണ്. അതുവഴി ലഭിക്കേണ്ട തുകകൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭിക്കണം. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിനും ലഭിക്കണം. ഇപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അവകാശപ്പെട്ട പണമാണ്, നമ്മുടെ നികുതി വിഹിതമാണ്. ഇത് BJPയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ ഓഫീസിൽ നിന്ന് തരുന്ന പണമല്ല. നിലവിൽ ഒരു ആശങ്ക അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. പല വിദ്യാർത്ഥി സംഘടനകളും പല രാഷ്ട്രീയ സംഘടന എല്ലാം തന്നെ ആശങ്കകൾ പറയുന്നുണ്ട്. പക്ഷെ ആ ആശങ്കകൾ ലഘൂകരിക്കാൻ വേണ്ടി ഗവൺമെന്റ് എന്ന നിലയിൽ മുൻകൈ എടുക്കണം. അതിനകത്തുള്ള ദേശീയ പ്രസിഡന്റ് നിലയ്ക്ക് ഈ വിഷയം സംസാരിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ പ്രതിനിധികളുമായിട്ട് ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് സംസാരിച്ച് നമുക്കുണ്ടായിട്ടുള്ള ആശങ്കകളുണ്ട്. ആ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തണമെന്ന് പറയും. CPI പറയുന്നത് കൂടിയാലോചനകൾ നടന്നില്ല, ചർച്ചകൾ വ്യക്തമായി നടന്നില്ല. SFI പ്രതിനിധികളുമായിട്ടുള്ള ഈ വിഷയത്തിൽ ചർച്ച ചെയ്തിരുന്നു. വിദ്യാർത്ഥി സംഘടനകളായിട്ടുള്ള ചർച്ച നടന്നിട്ടുണ്ട്. അതിനകത്ത് SFI പ്രതിനിധികൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ആശങ്കകൾ അതിനകത്ത് ആ ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ സിലബസോ അവർ പറയുന്ന വർഗീയ അജണ്ടകൾ ഒന്നും കേരളത്തിനകത്ത് നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. അതിന് ശക്തമായിട്ടൊരു സമരം, ആ സമീപനം സ്വീകരിച്ച് അവർ മുന്നോട്ട് പോകാൻ വരും. അപ്പോൾ തന്നെ കേരളത്തിന് അർഹതപ്പെട്ട പണം, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഇനിയും കേരളത്തിന് ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് SFIക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഇതിൽ സംസ്ഥാന സർക്കാർ ആശങ്കകൾ പരിഹരിക്കണം. അതുപോലെ തന്നെ RSSന്റെയും BJPയുടെയും ഹിന്ദുത്വ അജണ്ടകൾ കേരളത്തിൽ ഒരിക്കലും നടപ്പിലാക്കൽ അനുവദിക്കില്ല എന്നതാണ് SFI ഇപ്പോൾ മീഡിയയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഹരി മുണ്ടുവിനൊപ്പം അരവിന്ദ് PR, മീഡിയ.